എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് +1 ചാപ്റ്റർ 5 ലോസ് ഓഫ് മോഷന്റെ ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂമറിക്കൽസിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ഇത് ചാപ്റ്ററിന്റെ അവസാനമാണ് നമ്മുടെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ചാപ്റ്റർ പഠിക്കാത്തവരാണെങ്കിൽ, ചാപ്റ്റർ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചാപ്റ്റർ ഡിസ്കഷന്റെ വീഡിയോ ആദ്യം കാണുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷനിലേക്ക് വരിക. എന്നാൽ മാത്രമേ ഈ ക്ലാസ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 35 ക്വസ്റ്റ്യൻസിന്റെ അടുത്തുണ്ട്. അപ്പം ഞാൻ ഡിലേ ചെയ്യുന്നില്ല, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Give the magnitude and direction of the net force acting on a drop of rain falling down with a constant speed. അപ്പൊ 5 ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ, നമുക്ക് 1 by 1 ആയിട്ട് പോവാം, നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്വസ്റ്റ്യന്റെ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്, ഫോർ സിംപ്ലിസിറ്റി ഇൻ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ടേക്ക് G equals 10 m/s². എന്തുണ്ടാവും, നമ്മുടെ G വാല്യൂ 9.8 ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പൊ നമ്മൾ ചില 10 എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് ഇത് ഓർമ്മിക്കുക, എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യനിൽ G 10 എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 10 എടുക്കാൻ പാടുള്ളൂ. ഇനി ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് G 9.8 m/s² എന്ന് തന്നെ എടുക്കണം. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത് ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻസ് ആണ്, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡ്രോപ്പ് ഓഫ് റെയിൻ ഫോളിംഗ് ഡൗൺ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. Give magnitude and direction of the net force acting on. ഈ എല്ലാ കേസിലുള്ള നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ആണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഡ്രോപ്പ് ഓഫ് റെയിൻ ഫോളിംഗ് ഡൗൺ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. ഒരു ഡ്രോപ്പ് ഓഫ് റെയിൻ ഫോളിംഗ് ഡൗൺ, ഒരു റെയിൻ ഡ്രോപ്സ് മഴത്തുള്ളി താഴോട്ട് വീഴുകയാണ്. താഴോട്ട് വീഴുമ്പോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് അല്ലെ. അപ്പൊ നെറ്റ് ഫോഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക, നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതില് ടോട്ടൽ ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പല തരത്തിലുള്ള ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ്, അതിനെ നമ്മൾ ബോയന്റ് ഫോഴ്സ്, അപ് ത്രസ്റ്റ് എന്നൊക്കെ പറയും, അത് മേലോട്ട് ഉണ്ടാവും. സൈഡ് വൈസ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ. അതേപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഡൗൺവേർഡ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് നോക്കൂ. മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ, that means acceleration is equal to 0 and force is equal to mass into acceleration, that is going to be 0. അപ്പൊ നമുക്ക് എന്താ പറയാം, the net force according to the second law of motion, the net force is 0. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലോ വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസ്റ്റന്റ് വെലോസിറ്റി കൂടിയാണ്, ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് an accelerated motion. അപ്പം ഒരു ഒബ്ജക്ട് കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ഷുഡ് ബി 0. നമ്മുടെ ഫസ്റ്റ് ലോ വെച്ചിട്ട് നമുക്ക് ഇതേ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എ കോർക്ക് ഓഫ് മാസ് 10 gram ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ. അപ്പം ഒരു കോർക്ക് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാണ്. ഇതേ സിറ്റുവേഷൻ ആണ്, റെയിൻ ഡ്രോപ്പ് താഴോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എയറിലുള്ള സംഭവമാണ് അല്ലെ. അപ്പൊ ഇവിടെ ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ പറ്റുക, ഇവിടെ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട് ആക്ടിങ് ഡൗൺവേർഡ് ആൻഡ് അപ് ത്രസ്റ്റ് ഓർ ദ ബോയന്റ് ഫോഴ്സ് is acting in the upward direction. അപ്പൊ നമുക്ക് എന്താ പറയാം, ബോയന്റ് ഫോഴ്സും വെയിറ്റും ബാലൻസ് ആവുമ്പോഴാണ് എന്ത് പറ്റുക, ഒബ്ജക്ട് ഫ്ലോട്ട് ചെയ്യുക. നിങ്ങൾ 9th ഫ്ലോട്ടേഷന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചതാണ് അല്ലെ. അപ്പം ഇത് രണ്ടും ഈക്വൽ ആവുമ്പോഴാണ് എന്ത് ഫ്ലോട്ടിംഗ് എന്നുള്ള ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും എന്താണ്, നെറ്റ് ഫോഴ്സ് 0 ആണ്. നെറ്റ് ഫോഴ്സ് ആണ് 0, ടോട്ടൽ ഫോഴ്സ് ആണ് 0. ഓക്കെ, ഇനി സി, a kite skillfully held stationary in the sky. അപ്പം a kite skillfully held stationary, അപ്പൊ എന്താ പറയാ, ഇറ്റ്സ് അറ്റ് റെസ്റ്റ്. ഒരു ഒബ്ജക്ട് റെസ്റ്റിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്താവും, നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ആസ് പെർ ദ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എ കാർ മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി, എപ്പോഴും നമ്മൾ ഇതാണ് ശ്രദ്ധിക്കുന്നത്, കോൺസ്റ്റന്റ് വെലോസിറ്റി, വെദർ ഇറ്റ് ഇസ് an accelerated motion or not. ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് നോട്ട് an accelerated motion, ആക്സിലറേഷൻ is 0. അപ്പൊ എന്ത് പറ്റും, അവിടെ നമുക്ക് നെറ്റ് ഫോഴ്സ് 0 എന്ന് കൊടുക്കാം. അപ്പൊ നെക്സ്റ്റ് എന്താ, ഹൈ സ്പീഡ് ഇലക്ട്രോൺ ഇൻ സ്പേസ് ഫാർ ഫ്രം ഓൾ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആൻഡ് ഫ്രീ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം അതിലുള്ള നെറ്റ് ഫോഴ്സ് ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് ഫ്രീ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഫാർ ഫ്രം മെറ്റീരിയൽ ഒബ്ജക്ട്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താ,
സിൻസ് ദ ഇലക്ട്രോൺ ഈസ് അവേ ഫ്രം ഓൾ മെറ്റീരിയൽ ഒബ്ജക്ട്സ്, അപ്പൊ എന്ത് പറ്റും, അവിടെ ഗ്രാവിറ്റേഷണലും ഇലക്ട്രിക്കലും ഇലക്ട്രിക്കൽ ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും എല്ലാം 0 ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് 0 എന്നാണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ്, a pebble of mass 0.05 kilogram is thrown vertically upwards. Give the direction and magnitude of the net force acting on the pebble during its upward motion, during its downward motion, at the highest point where it is momentarily at rest. Do your answers change if the pebble was thrown at an angle of 45 degrees with the horizontal direction? Ignore air resistance. A pebble of mass. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് എഴുതണം, തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതുക. പെബിൾ ഓഫ് മാസ് 0.05 കിലോഗ്രാം. മാസ് ഇസ് ഈക്വൽ ടു 0.05 കിലോഗ്രാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യം തന്നെ തന്നിട്ടുണ്ട്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന്. ഗിവ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ പെബിൾ ഇഫ് ഇറ്റ് ഇസ് മൂവിംഗ് ഡൗൺവേർഡ് ഡ്യൂറിംഗ് ദ ഡൗൺവേർഡ് മോഷൻ. അപ്പം അപ്വേർഡ് മോഷനും ഡൗൺവേർഡ് മോഷനും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യത്തെ എന്താണ് അപ്വേർഡ് മോഷൻ. അപ്പം ഒരു പെബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക? ഇത് ഒബ്ജക്ട് മൂവിങ് അപ്വേർഡ്, ആക്സിലറേഷൻ ഇസ് ഡൗൺവേർഡ് അല്ലെ? അപ്പൊ എന്താ പറയാ, ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ mg. മാസ് എത്രയാണ്? 0.05, ആക്സിലറേഷൻ 10. അപ്പൊ എന്ത് കിട്ടും? 0.5 ന്യൂട്ടൺ ഡൗൺവേർഡ്. ഡയറക്ഷനും ചോദിച്ചിട്ടുണ്ട്, 0.5 ന്യൂട്ടൺ ഡൗൺവേർഡ്. ഡ്യൂറിങ് ഇറ്റ്സ് ഡൗൺവേർഡ് മോഷൻ എന്താ പറ്റുക? ഡ്യൂറിങ് ദിസ് ഡൗൺവേർഡ് മോഷൻ ഫോഴ്സ് എങ്ങട്ടാ? ഫോഴ്സും താഴോട്ട് തന്നെയാണ്, അതും mg തന്നെയാണ്. അപ്പം mg എന്താണ്? mg ഇസ് ഈക്വൽ ടു എവിടെ എന്താ പറ്റുക? 0.5 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നത്? Pebble of mass 0.05 kilogram is thrown vertically upward. Give the direction and magnitude of the net force acting on the pebble. അപ്പോൾ നമ്മൾ എന്ത് സാധനം മേലോട്ട് എറിഞ്ഞാലും നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ അപ്ലൈ ചെയ്ത ഫോഴ്സ് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഓൺലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിസ്റ്റ്. ആഫ്റ്റർ വി ത്രോ എൻ ഒബ്ജെക്ട്, then only gravitational force will be acting on the object. അപ്പൊ ഈ രണ്ട് കേസിലും നമുക്ക് മനസ്സിലാക്കാം നെറ്റ് ഫോഴ്സ്, ഓക്കെ, ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഡൗൺവേർഡ് ആണ്. ഇനി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വേർ ഇറ്റ് ഈസ് മൊമെന്ററിലി അറ്റ് റെസ്റ്റ്. മൊമെന്ററിലി അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പിന്നെ നമ്മളിങ്ങനെ ഒരു സാധനം എറിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി വിൽ ബി 0. അപ്പം ഇവിടെ എന്താ നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്. നമ്മൾ ഇങ്ങനെയല്ലേ ഒരു പെബിൾ എറിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ താഴോട്ട് വരില്ലേ? അപ്പം അവിടെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്. അവിടെ നമ്മുടെ ഫോഴ്സ് എങ്ങോട്ടാണ്? താഴോട്ട് തന്നെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്, അത് കഴിഞ്ഞു. ഡു യുവർ ആൻസേഴ്സ് ചേഞ്ച് ഇഫ് ദ പെബിൾ വാസ് ത്രോൺ അറ്റ് എൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അതായത് നമ്മൾ വെർട്ടിക്കലി അപ്വേർഡ് ആണ് ത്രോ ചെയ്തത്. നമ്മൾ ഇതിനെ 45 ഡിഗ്രി ആംഗിളില് എറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മോഷനെ പ്ലെയിൻ പഠിച്ചതാണ്. ഇതെന്താണ്? പ്രൊജക്ടൈൽ മോഷൻ ആണ് വരിക. പ്രൊജക്ടൈൽ മോഷനിൽ പാത്തിന്റെ ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. പ്രൊജക്ടൈൽ മോഷനിലായാലും എപ്പോഴും അറ്റ് എനി ഇൻസ്റ്റന്റ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് is in the downward direction and it is only the gravitational force. ഇഗ്നോർ എയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഗ്നോർ എയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായി. അവിടെ എയർ റെസിസ്റ്റൻസിന്റെ ഫോഴ്സ് വെക്ടർ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, give the magnitude and direction of the net force acting on a stone of mass 0.1 kilogram just after it is dropped from the window of a stationary train. Just after it is dropped from the window of a train running at a constant velocity of 36 km per hour. Just after it is dropped from the window of a train accelerating with 1 meter per second square. 4 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എ, മാസ് 0.1 കിലോഗ്രാം ആണ്. ജസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ വിൻഡോ ഓഫ് എ സ്റ്റേഷനറി ട്രെയിൻ. അപ്പൊ മാസ് 0.1 ആണ്. അപ്പം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg ആണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg. m is equal to 0.1. g നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്,
അപ്പൊ എത്രയാ 1 ന്യൂട്ടൺ വെർട്ടിക്കലി ഡൗൺവേർഡ്. ഞാനിങ്ങനെ ആരോ ഇടുന്നേ ഉള്ളൂ, നിങ്ങൾ വെർട്ടിക്കലി ഡൗൺവേർഡ് എന്ന് എഴുതണം. ഇനി just after it is dropped from a window of a train running at a constant velocity of 36 km/h. അങ്ങനെ പറഞ്ഞാൽ എന്താ, കോൺസ്റ്റന്റ് വെലോസിറ്റി, ആ സ്റ്റോണ് ഒരു ട്രെയിൻ 36 km/h ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ എന്ന് അതിനെ ഡ്രോപ്പ് ചെയ്യണം. അപ്പം 36 km/h കോൺസ്റ്റന്റ് സ്പീഡാണ്. അപ്പം കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ 0. അപ്പം എന്താ പറയാ, ഇതിൽ ഈ ട്രെയിനിന്റെ മോഷൻ കൊണ്ട് അതിന് ഒരു ഫോഴ്സും ഇല്ല. അപ്പം അവിടെ എന്ത് ഫോഴ്സ് മാത്രമാണ് ഉണ്ടാവുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രം. അപ്പൊ ഈ ആക്സിലറേഷൻ ഓഫ് ദ ട്രെയിൻ ഇസ് ഈക്വൽ ടു 0. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സ്റ്റോൺ ബിക്കോസ് ഓഫ് ദ ട്രെയിൻസ് മോഷൻ ഇസ് 0. അപ്പൊ ഫോഴ്സ് എത്ര വരും, ഫോഴ്സ് 1 ന്യൂട്ടൺ തന്നെ വരും. എന്തുകൊണ്ടാ, ഇവിടെ ട്രെയിനിന്ന് കിട്ടുന്ന അതിനുള്ള ഒരു മൊമെന്റം, അതിന്റെ കൂടെ കിട്ടുന്ന ഒരു ഫോഴ്സ് എത്രയാണ്, 0 ആണ്. ആക്സിലറേഷൻ 0 ആയത് കാരണം. പക്ഷെ അവിടെ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്നും പറയാം, രണ്ടും സെയിം ആണ്. ഇനി ക്വസ്റ്റ്യൻ സി, ജസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഡ്രോപ്പ് ഫ്രം എ വിൻഡോ ഓഫ് എ ട്രെയിൻ ആക്സിലറേറ്റിംഗ് അറ്റ് 1 m/s². അപ്പൊ നമുക്ക് ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം എക്സ്ട്രാ ഫോഴ്സ് എന്താണ്, ട്രെയിൻ ആക്സിലറേറ്റ് ആവുന്നുണ്ട്. അപ്പം F' എന്ന് വിളിക്കാം, എലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അതെന്തുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ആവുന്നത്, ട്രെയിൻ ഇങ്ങനെയല്ലേ മൂവ് ചെയ്യണത്. ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യാണ് അല്ലേ. അപ്പൊ അതിന് F' എത്ര വരും, ഇവിടെ എഴുതാം, F' is equal to m into a, മാസ് 0.1, ആക്സിലറേഷൻ 1. അപ്പം ഇവിടെ 0.1 ന്യൂട്ടൺ കിട്ടി. അപ്പൊ lying on just after it is dropped from a window of a train accelerating with 1 m/s² ആണ്. അപ്പൊ ഈ സ്റ്റോണിന് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിനിൽ നിന്നുള്ള ആ ഫോഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. പിന്നെ എന്താ ഉള്ളത്, ആഫ്റ്റർ ഡ്രോപ്പിംഗ് ദ സ്റ്റോൺ ഇറ്റ് മൂവ്സ് കംപ്ലീറ്റ്ലി അണ്ടർ ഗ്രാവിറ്റി. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്താ വരിക, നെറ്റ് ഫോഴ്സ് equal to again 1 Newton in the vertically downward direction. മനസ്സിലാവുണ്ടല്ലോ. ഇനി lying on the floor of a train which is accelerating with 1 m/s², the stone being at rest relative to the train. അപ്പം അങ്ങനെ പറഞ്ഞാൽ എന്താ, lying on the floor of a train which is accelerating with 1 m/s², അതായത് ട്രെയിൻ 1 m/s² മൂവ് ചെയ്യുന്നുണ്ട്. സ്റ്റോൺ ബീങ് അറ്റ് റെസ്റ്റ് റിലേറ്റീവ് ടു ദ ട്രെയിൻ. ട്രെയിനിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോൺ എന്താണ്, റെസ്റ്റിലാണ്. അപ്പൊ എന്താ പറയാ, സ്റ്റോൺ റെസ്റ്റിലാണെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ദ സ്റ്റോൺ വിൽ ബി ഈക്വൽ ടു ദ ആക്സിലറേഷൻ ഓഫ് ദ ട്രെയിൻ. അപ്പൊ ആക്സിലറേഷൻ എത്രയാണ് തന്നിരിക്കുന്നത്, 1 m/s². അപ്പൊ എത്രയാ ഫോഴ്സ് എന്ത് വരും, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് എത്രയാണ്, മാസ് 0.1 kg. സോ 0.1 into 1, സോ 0.1 ന്യൂട്ടൺ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. One end of a string of length L is connected to a particle of mass m and the other to a small peg on a smooth horizontal table. If the particle moves in a circle with the speed v, the net force acting on the particle. One end of a string of length L is connected to a particle of mass m and the other to a small peg on a horizontal table. അതായത് ഈ സൈഡ് ഒരു ടേബിളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡിൽ എന്തെങ്കിലും ഒരു കല്ലോ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് ദ പാർട്ടിക്കിൾസ് മൂവ്സ് ഇൻ എ സർക്കിൾ, പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ യൂണിഫോം സർക്കുലാർ മോഷൻ. അപ്പം the net force on the particle, അപ്പൊ നമുക്കറിയാം T is the tension in the string. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ വേണ്ടത്, സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം അല്ലെ, സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സർക്കുലാർ മോഷനും സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് പ്രൊവൈഡഡ് ബൈ ഡിഫറെന്റ് ഏജൻസീസ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റോണിനെ ഇങ്ങനെ കെട്ടിയിട്ട് സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ then the centripetal force is provided by the
ടെൻഷൻ ഓൺ ദ സ്ട്രിങ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ടെൻഷൻ, ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ആ ടെൻഷൻ ആണ് എന്ത് ഈ ഒബ്ജക്റ്റിനെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നത്. അപ്പം ഇവിടെ ഏത് ഡയറക്ഷനിലായിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കുലർ മോഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ പാത്ത്. Question number 5. A constant retarding force of 50 Newton is applied to a body of mass 20 kilogram moving initially with a speed of 15 meter per second. How long does the body take to stop? അപ്പൊ എന്തൊക്കെ തന്നിരിക്കുന്നത് ഇവിടെ? A constant retarding force of 50 Newton. Retarding force എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതണത് -50 Newton is applied to a body of mass 20 kilogram. M is equal to 20 kilogram moving with an initial speed of 15 meter per second. Initial speed U is equal to 15 meter per second. How long does the body take to stop? അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? T ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ടേക്ക് ടു സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മൾ ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്തിട്ട് ടൈം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്താ? F is equal to m into a. മാസ് ഉണ്ട്, ഫോഴ്സ് ഉണ്ട്. അപ്പം ആക്സിലറേഷൻ is equal to F divided by m. F എത്രയാണ്? -50. മാസ് എത്രയാണ്? 20 കിലോഗ്രാം. അപ്പൊ എത്ര കിട്ടും? -2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ടൈം കണ്ടുപിടിക്കണം നമുക്കറിയാം. B equals U plus AT. ഇവിടുന്ന് കണ്ടുപിടിക്കാലോ. B equals 0, U is equal to 15, A is equal to -2.5 time T has to be calculated. അപ്പൊ എന്ത് കിട്ടും? 15 is equal to 2.5 T, അല്ലെങ്കിൽ T is equal to 16 seconds എന്ന് കിട്ടും അല്ലെ? 16 അല്ല, 6 seconds എന്ന് കിട്ടും. ഓക്കെ, 15 by 2.5. അപ്പം അത്രയായല്ലോ. 6 seconds ആണ് എന്ത്? ടൈം. അത്രേ ഉള്ളൂ. ഇവിടെ ടൈമല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഹൗ ലോങ് ഡസ് ദ ബോഡി ടേക്ക് ടു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ടൈം ആവും സ്റ്റോപ്പ് ചെയ്യാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Constant force acting on a body of mass 3 kilogram changes its speed from 2 meter per second to 3.5 meter per second in 25 seconds. The direction of motion of the body remains unchanged. What is the magnitude and direction of the force? Constant force acting on a body of mass. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഡാറ്റ എഴുതി പോകണം. ഡാറ്റ എഴുതുന്ന സമയത്ത് നമ്മൾ SI യൂണിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. Mass is equal to 3 kilogram. Changes its speed from 2 meter per second to 3.5 meter per second. അതായത് initial velocity 2 meter per second, final velocity 3.5 meter per second. Time എത്ര തന്നു? Time is equal to 25 seconds. Direction of motion of the body remains unchanged. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ല, ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഇല്ല. വെലോസിറ്റി മാറിയിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. നമുക്കറിയാം എന്താണ്? വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്? F ആണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം. ഫോഴ്സ് F is equal to mass into acceleration. ആക്സിലറേഷൻ തന്നിട്ടുണ്ടോ അതിൽ? ഇല്ല. അപ്പൊ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V - U ഡിവൈഡഡ് ബൈ T. മാസ് എത്രയാണ്? മാസ് 3 കിലോഗ്രാം, V 3.5, U 2 meter per second, ടൈം 25. M into V minus U by T. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സിലറേഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം, സെപ്പറേറ്റ് V minus U by T എടുത്തിട്ട് എന്നിട്ട് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.18 ന്യൂട്ടൺ എന്ന് കിട്ടും. A body of mass 5 kilogram is acted upon by two perpendicular forces 8 Newton and 6 Newton. Give the magnitude and direction of the force, direction of the acceleration of the body.
എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എ ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം ആക്റ്റഡ് അപ്പോൺ by 2 perpendicular forces 8 Newton and 6 Newton. ഒരു ഒബ്ജക്റ്റിന്റെ മുകളിലാണ് ഈ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 8 ന്യൂട്ടണും 6 ന്യൂട്ടണും. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. അപ്പൊ നമുക്കറിയാം വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എടുക്കാം അവിടെ, അല്ല? നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്റർ ഒന്നും മറന്നു പോരുത്, എല്ലാം ഇവിടെ ആണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ. അപ്പൊ മാസ് തന്നിട്ടുണ്ട്, F1ഉം F2ഉം തന്നിട്ടുണ്ട്. റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. അപ്പൊ എന്താ തന്നിരിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. മാസ് തന്നിട്ടുണ്ട് അല്ലെ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് 10 ന്യൂട്ടൺ, മാസ് 5 കിലോഗ്രാം. അപ്പം 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഡയറക്ഷനും കൂടി ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഇത് മിസ്സാവരുത്. ഡയറക്ഷൻ കാണണമെങ്കിൽ ഈ റിസൾട്ടന്റുമായിട്ടുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അവിടുന്ന് ടാൻ തീറ്റ കണ്ടുപിടിക്കാമല്ലോ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു, നോക്കി 6ഉം ഈ സൈഡും സെയിം ആണല്ലോ. അപ്പൊ ഇവിടെ 6, ഇവിടെ 8, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, 6/8 അല്ലെങ്കിൽ 3/4 എന്ന് കിട്ടും. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. അപ്പൊ നമുക്ക് എത്ര കിട്ടും? അപ്രോക്സിമേറ്റ്ലി 37 degrees വിത്ത് 8 ന്യൂട്ടൺ. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് ഇസ് ആക്ടിങ് അറ്റ് 37 degrees വിത്ത് 8 ന്യൂട്ടൺ. ഇപ്പുറത്തായാലും കണ്ടുപിടിക്കാം നമുക്ക്. ഇപ്പൊ 6 ന്യൂട്ടണിലേക്കാണ് ആക്ട് ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് എത്ര വരും? 90 മൈനസ് 37. നിങ്ങൾ ഫൈനൽ ആൻസർ കൺക്ലൂഡ് ചെയ്യണത് എവിടെയാണോ നിങ്ങൾ ആംഗിൾ എടുത്തത് അതിനനുസരിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ ഒന്നുകൂടി നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങൾ എത്രയും ഡിലേ ആയിട്ടാണ് നമുക്ക് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം വ്യത്യസ്ത ചാനലിലായാലും സ്കൂളിലായാലും ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിന്. ടൈം അത്ര ഇല്ല നമുക്ക്, ഒത്തിരി ആയി. ശരിക്കും പറഞ്ഞാൽ മിഡ് ഓഫ് ദ അക്കാദമിക് ഇയർ ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ നമ്മുടേതായ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലേ പറ്റുള്ളൂ. എക്സാം മാറ്റും, പരീക്ഷ ഉണ്ടാവില്ല എന്നൊക്കെ ന്യൂസൊക്കെ കാണും. പക്ഷെ നമുക്ക് ഹയർ സ്റ്റഡീസിന്, നിങ്ങൾ സയൻസ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു എയിം ഉണ്ടാവും അടുത്ത ഹയർ ക്ലാസ്സിൽ പഠിക്കണം എന്ന്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ സംഭവം ഒന്നും അറിയാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരും പഠിപ്പിക്കാനൊന്നും പോണില്ല. അപ്പൊ നമ്മൾ തന്നെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. ഇനി ആരും തന്നിട്ടില്ല അവിടുന്ന്, പിന്നെ സ്കൂളിൽ നിന്ന് നോട്ട് തന്നില്ല എന്നൊന്നും ആരും പറയണ്ട. നോട്ട് തന്നെ എഴുതുക, വലിയ കുട്ടികളെ നോട്ട്സ് ഒക്കെ തന്നെ എഴുതുക. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയും. ബുക്കിനകത്തേക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതുമ്പോൾ 10 പ്രാവശ്യം വായിച്ചതിന് ഈക്വലന്റ് ആണ്. അപ്പം ക്വസ്റ്റ്യൻ എഴുതി അതിനടിയിൽ ആൻസർ എഴുതി പഠിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് വലിയൊരു ലെങ്തി വീഡിയോ ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റ സ്ട്രെച്ച് ചെയ്യരുത്. കുറച്ചൊരു 10 ക്വസ്റ്റ്യൻ ചെയ്യുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം വന്നിട്ട് പിന്നെ അടുത്ത നെക്സ്റ്റ് സെറ്റ് എഴുതി. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നിച്ച് എഴുതിയെടുക്കാൻ ഓക്കെ ആണെങ്കിൽ ഒന്നിച്ച് എഴുതിയെടുക്കാം. ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. അത് കാരണമാണ് 2-3 പാർട്ട് ഇടുന്നതിന് നല്ലത് ഒറ്റ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒറ്റ വീഡിയോയിൽ കിട്ടും. അത് കാരണമാണ് ലോങ് വീഡിയോ ഇടുന്നത്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡ്രൈവർ ഓഫ് എ 3-wheeler മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 36 km/h sees a child standing in the middle of the road and brings his vehicle to rest in 4 seconds, just in time to save the child. What is the average retarding force on the vehicle? The mass of the 3-wheeler is 400 kg and mass of the driver is 65 kg. The driver of a 3-wheeler moving with a speed of 36 km/h. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓക്കെ, നമുക്ക് ആ സ്പീഡ് ആദ്യം എഴുതാം. യു, ഇനീഷ്യൽ സ്പീഡ് യു ഇസ് ഈക്വൽ ടു 36 km/h. km/h നമ്മൾ ഇമ്മീഡിയറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. എങ്ങനെ ചെയ്യും? 36 × 5/18. എത്ര കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. In the middle of the road and brings his vehicle to rest in 4 seconds. Time t is equal to 4 seconds, just in time to save the child. What is the average retarding force on the vehicle? Retarding force, അപ്പോൾ ഇവിടെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും അല്ലെ? സേവ് ദ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് അപ്പം വണ്ടി സ്റ്റോപ്പ് ആയി. അപ്പം ആക്സിലറേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആക്സിലറേഷൻ A is equal to v minus u divided by t. v എത്രയാണ്? 0, u 10, t 4. അപ്പം 10/4 അല്ലെങ്കിൽ
-2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. അപ്പൊ മൈനസ് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ റിട്ടാർഡിംഗ് ഫോഴ്സ്. ഇനി വേറെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? വാട്ട് ഇസ് ദ ആവറേജ് റിട്ടാർഡിംഗ് ഫോഴ്സ് ഓൺ ദ വെഹിക്കിൾ? അപ്പം ടോട്ടൽ ഫോഴ്സ് എത്രയാണ് ഇവിടെ? The mass of the three-wheeler is 400 kilogram and mass of the driver is 65 kilogram. Total mass എത്രയാണ്? M is equal to 400 plus 65. അപ്പൊ എത്ര കിട്ടും? 465 kilogram. Average retarding force F is equal to M1 plus M2 into A. M1 plus M2 എത്രയാണ്? 465. Acceleration is minus 2.5 meter per second square. അപ്പൊ എത്ര കിട്ടും? നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ minus 1162.5 ന്യൂട്ടൺ എന്ന് കിട്ടും. ഈ നെഗറ്റീവ് കാണിക്കുന്നത് ഇറ്റ്സ് എ റിട്ടാർഡിംഗ് ഫോഴ്സ്. വെഹിക്കിള് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rocket with a lift of mass 20,000 kilogram is blasted upwards with an initial acceleration of 5 meter per second square. Calculate the initial thrust of the blast. Mass എത്രയാണ് റോക്കറ്റിന്റെ? 20,000 kilogram. Acceleration 5 meter per second square. അപ്പോ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഇത് മോളോട്ട് പോവാണ് അല്ലെ. അപ്പം ഗ്രാവിറ്റി ഉണ്ട് അവിടെ. അപ്പൊ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ ഓവർകം ചെയ്തിട്ട് വേണം ഈ റോക്കറ്റിന് മുകളിലോട്ട് പോകാൻ. അപ്പൊ എത്ര കൊടുക്കണം ടോട്ടൽ ആക്സിലറേഷൻ? ടോട്ടൽ ആക്സിലറേഷൻ എ ഡാഷ് ഷുഡ് ബി ഈക്വൽ ടു 9.8 പ്ലസ് 5. അപ്പൊ എത്ര കിട്ടും? 14.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മനസ്സിലാവുണ്ടല്ലോ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ട് എന്തായാലും ഉണ്ട്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അത്രയും കൂടി എക്സ്ട്രാ കൊടുക്കണം, എന്നാൽ മാത്രമേ അതിന് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ടോട്ടൽ ആക്സിലറേഷൻ 14.8. അപ്പൊ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. സോ ഇനീഷ്യൽ ത്രസ്റ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് 20,000 multiplied by 14.8. അപ്പൊ എത്ര കിട്ടും? 2.96 into 10 power 5 ന്യൂട്ടൺ എന്ന് കിട്ടും. കുറെ സീറോസ് വരും, അത് കാരണമാണ് ഞാൻ ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആൻസർ കറക്റ്റ് ആൻസർ കിട്ടുന്നത് വരെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. മെത്തേഡ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. A body of mass 0.4 kilogram moving initially with a constant speed of 10 meter per second to the north is subject to a constant force of 8 Newton directed towards the south for 30 seconds. Take the instant the force applied to be T is equal to 0, the position of the body at that time to be X is equal to 0, and predict its position at T is equal to minus 5 seconds and T is equal to 25 seconds and 100 seconds. അപ്പൊ എന്തൊക്കെയാ തന്നിരിക്കുന്നത് നോക്കാം ആദ്യം. എ ബോഡി ഓഫ് മാസ് 0.4 കിലോഗ്രാം. M is equal to 0.4 kilogram. Initially moving with a speed of 10 meter per second. അതായത് initial speed തന്നിട്ടുണ്ട്. Initial speed is 10 meter per second. At a not subject to a constant force of 8 Newton directed towards the south for 30 seconds. A body moving initially towards north is subjected to a constant force of 8 Newton. അങ്ങനെ പറഞ്ഞാൽ എന്താ? അപ്പൊ ഫോഴ്സ് ഓപ്പോസിറ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് F is equal to minus 8 Newton എന്ന് എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ? എത്ര ടൈം എടുത്തു? ഫോർ 10 seconds. ടോട്ടൽ ടൈം 30 seconds. 10 അല്ല, 30 seconds. അപ്പൊ എന്താ തന്നിരിക്കുന്നത്? ടേക്ക് ദ ഇൻസ്റ്റന്റ് the force is applied to be T is equal to 0 second. The position of the body that time to be X is equal to 0 and predict its position at T is equal to minus 5 seconds, 25 seconds and 100 seconds. അപ്പൊ ഇവിടെ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എന്തായാലും ആക്സിലറേഷൻ വേണ്ടി വരും. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു F by M. F എത്രയാ? minus 8 ന്യൂട്ടൺ, മാസ് 0.4. നമുക്ക് minus 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. 3 പൊസിഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ടൈം T is equal to minus 5 seconds ആണെങ്കിൽ S is equal to UT plus half A T square. അപ്പൊ എത്ര കിട്ടും? U എത്രയാണ്?
10. T എത്രയാണ്? മൈനസ് വെയിറ്റ്, S is equal to ut plus half at square. ഇതാ ഇവിടെ t -5 ആണ് തന്നിരിക്കുന്നത് അല്ലെ, -5. അപ്പം -5 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പം ടി എന്ന് പറഞ്ഞാൽ മൈനസ് തന്നിരിക്കുന്ന മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന് മുന്നേ അല്ലെ. അപ്പം അതിന് മുന്നേ ഉള്ള ആക്സിലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലെ. അപ്പൊ എന്ത് പറ്റും? ഇൻറ്റു 0. മനസ്സിലായാലോ എന്തുകൊണ്ടാണ് 0 ഇട്ടെന്ന്? മൈനസ് ആണ് ടൈം, അതായത് ടൈം മൈനസ് ആവില്ല, പക്ഷെ ആ മോഷൻ തുടങ്ങുന്നതിന് മുന്നേ. അപ്പൊ എന്തായിരിക്കും? ഒബ്ജക്റ്റ് സ്റ്റേഷനറി അല്ലെങ്കിൽ അത് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പൊ എത്ര കിട്ടും? is equal to -50 meter എന്ന് കിട്ടും. ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി ടൈം t is equal to 25 seconds. അപ്പൊ നമുക്കതിനെ S1 എന്ന് കൊടുക്കാം അല്ലെ, കുറെ എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. S1 എന്ന് പറഞ്ഞാൽ ut പ്ലസ് ഹാഫ് at സ്ക്വയർ തന്നെയാണ്. u എത്രയാണ്? 10, t 25 സെക്കൻഡ് പ്ലസ് ഹാഫ് ഇൻറ്റു -20 ഇൻറ്റു 25 സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -6000 മീറ്റർ എന്ന് കിട്ടും, അല്ലെങ്കിൽ -6 കിലോമീറ്റർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? -5, 25 and t is equal to 100 സെക്കൻഡ്. അപ്പൊ ഇവിടെ ഒന്ന് നോക്കണം ഒന്നുകൂടി. ബോഡി ഓഫ് മാസ് 0.4 kilogram moving initially with a constant speed of 10 meter per second to the north, subject to a constant force of 8 Newton directed towards the south for 30 seconds. അല്ലെ. അപ്പൊ 30 സെക്കൻഡ്സ് വരെയാണ് എന്ത് ആ ഫോഴ്സ് ഉള്ളത്. ടേക്ക് ഇൻസ്റ്റന്റ് the force applied to be t is equal to 0 seconds. അപ്പൊ നമുക്ക് 30 സെക്കൻഡ്സ് വരെ മാത്രമേ നമുക്ക് ഈ ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. 30 സെക്കൻഡ്. അപ്പൊ അതായത് നമ്മൾ 25 സെക്കൻഡ് വരെ എടുത്തു കഴിഞ്ഞു, പിന്നെ എത്രയുണ്ട് ബാക്കി? 5 സെക്കൻഡ്. അപ്പൊ നമുക്ക് 30 സെക്കൻഡിന്റെ കണ്ടുപിടിക്കാം. അപ്പൊ t is equal to 100 സെക്കൻഡിന്റെ കേസാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ നമുക്ക് S2 കൊടുക്കാം ആ 30 സെക്കൻഡ്സ് വരെ ഉള്ളത്. ഓക്കെ. അപ്പം 10 into 30 plus half into -20 into 30 സ്ക്വയർ. അപ്പൊ എത്ര കിട്ടും? -8700 മീറ്റർ കിട്ടും. ഇനി അതിനുശേഷം മനസ്സിലാവുണ്ടല്ലോ, നമുക്ക് അപ് ടു 30 സെക്കൻഡ്സ് വരെയാണ് എന്ത് ഈ ആക്സിലറേഷൻ ഉള്ളൂ. അതിനുശേഷം എത്രയുണ്ട് ടൈം? 70 സെക്കൻഡ്സ് ഉണ്ട് അല്ലെ. അപ്പൊ t is equal to 30 സെക്കൻഡ്. അപ്പൊ നമുക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. v is equal to u plus at. u എത്രയാണ്? 10 meter per second. ആക്സിലറേഷൻ -20, ടൈം 30. അപ്പൊ അവിടെയുള്ള ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് -590 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം 30 സെക്കൻഡ് ടു 100 സെക്കൻഡ്സിലേക്ക് നമുക്ക് 70 സെക്കൻഡ്സ് റിമൈനിങ് ആണ് അല്ലെ. അപ്പൊ S3 is equal to -590 into 70 പ്ലസ് ഹാഫ് ഇൻറ്റു 0 ഇൻറ്റു 70 സ്ക്വയർ എന്ന് എടുക്കാം. എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് 30 സെക്കൻഡ് വരെയാണ് അത് ആക്സിലറേറ്റഡ് മോഷൻ, പിന്നെ അങ്ങോട്ട് ആക്സിലറേറ്റഡ് മോഷൻ അല്ല. അവിടെ എത്തുമ്പോൾ അതിനൊരു വെലോസിറ്റി എത്ര കിട്ടി? 590 കിട്ടി. അത് വെച്ചങ്ങ് മൂവ് ചെയ്യണം. അപ്പൊ അവിടെ 0 ആണ് ആക്സിലറേഷൻ. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -41300 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എസ്, ഇതേത് കേസിലാ? കേസ് 3യിൽ മാത്രമാണ്. S is equal to S2 plus S3. അതായത് ഇവിടെ എത്രയായിരുന്നു? -8700 പ്ലസ് -41,300. അപ്പൊ S എത്ര കിട്ടും നമുക്ക്? -5 into 10 power 3 meters, അല്ലെങ്കിൽ നമുക്ക് എഴുതാം -50 കിലോമീറ്റേഴ്സ്. മനസ്സിലായല്ലോ? വീഡിയോ ക്ലിയർ ആവാത്തവർ ഒന്നുകൂടി പോസ് ചെയ്ത് കാണുക. ഇതൊരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പോസ് ചെയ്ത് കാണുക. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലാക്കി പോകണം, ഈ തേർഡ് ഓപ്ഷൻ. ഇനി a truck starts from rest and accelerates uniformly at 2 meter per second square. At t is equal to 10 seconds, a stone is dropped by a person standing on the top of the truck 6 meter high from the ground. What are the velocity and acceleration of the stone at t is equal to 11 seconds? Neglect air resistance. A truck starts from rest. എന്ന് കണ്ട ഉടനെ എന്താ എഴുതണം? u is equal to 0. Accelerates uniformly. A is equal to 2 meter per second square.
time t is equal to 10 seconds. A stone is dropped by a person standing on the top of the truck. Height എത്രയാ തന്നിരിക്കുന്നത്? 6 meter high from the ground ആണ്. നമുക്ക് ഇതിലെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. v is equal to u plus at. u എത്രയാണ്? 0. ആക്സിലറേഷൻ 2, ടൈം 10. അപ്പം 20 meter per second എന്ന് നമുക്ക് ഫൈനൽ വെലോസിറ്റി കിട്ടും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്യാം. അതായത് ട്രക്ക് മൂവ് ചെയ്യണത് എങ്ങോട്ടാണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ദ ഓൺലി ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സ്റ്റോൺ ഇസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അതിന്റെ സെയിം ആയിരിക്കും. എയർ റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹൊറിസോണ്ടൽ മോഷന് നമുക്ക് ഹൊറിസോണ്ടൽ മോഷനെ വി എക്സ് എന്ന് എടുക്കാം. ഇത് വി എക്സ് മോഷൻ ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, വി വൈ എന്നുള്ളത് മോഷൻ ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. അത് എന്തിനാ രണ്ടും എടുക്കുന്നത്? നമ്മള് ആദ്യം സ്റ്റോണ് ട്രക്കിലാണുള്ളത്, അപ്പൊ അതിന് ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ട് ഒരു ആംഗിൾ തീറ്റ ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ എന്താ പറ്റുക? നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി വി എക്സ് ഇസ് ഈക്വൽ ടു 20 meter per second. അപ്പൊ ഇനി വെർട്ടിക്കൽ മോഷൻ, ഇത് ഹൊറിസോണ്ടൽ. ഇനി ഫോർ വെർട്ടിക്കൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റിന്റെ കീഴിലുള്ള മോഷൻ. അവിടെ എന്ത് കിട്ടും? u is equal to 0. ആക്സിലറേഷൻ is equal to ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ടൈം t, എത്ര ടൈം എടുക്കും? ഇവിടെ ആദ്യം 10 സെക്കൻഡ്സിലാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. എന്നിട്ടോ നമുക്ക് എന്തൊക്കെ? വാട്ട് ആർ ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ സ്റ്റോൺ അറ്റ് t is equal to 11 seconds. അപ്പൊ നമുക്ക് ടൈം എത്ര കിട്ടും? അത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം എത്ര ടൈം ബാക്കിയുണ്ട്? t is equal to 11 minus 10, that is equal to 1 second എന്ന് കിട്ടും. അപ്പൊ നമുക്കിനി അവിടുത്തെ v കണ്ടുപിടിക്കാം. വെലോസിറ്റി, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി vy is equal to, ഡ്രോപ്പ് ചെയ്യാണ്, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ആക്സിലറേഷൻ 10 എന്തുകൊണ്ടാണ്? g വാല്യൂ 10 എടുക്കാൻ നമുക്ക് ആദ്യമേ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. 10 into 1, അപ്പൊ എത്ര കിട്ടും? 10 meter per second എന്ന് കിട്ടും. അപ്പം വി എക്സും വി വൈയും ആയോ? വി എക്സ് 20, വി വൈ 10 meter per second. അപ്പൊ നമുക്ക് റിസൾട്ടന്റ് വെലോസിറ്റി എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ, വി എക്സ് എത്രയാണ്? 20 സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ 10 സ്ക്വയർ. അപ്പം 400 പ്ലസ് 100, അപ്പൊ എത്ര കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 500 meter per second. ഇനി ഡയറക്ഷൻ കാണണല്ലോ, ടാൻ ബീറ്റ കണ്ടാൽ മതി. ടാൻ തീറ്റ കാണാം. ടാൻ തീറ്റയാണ് ഞാൻ ആംഗിൾ കൊടുത്തത്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വി വൈ ഡിവൈഡഡ് ബൈ വി എക്സ് ഇസ് ഈക്വൽ ടു 10/2 ഇസ് ഈക്വൽ ടു 0.5. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 0.5. നമുക്ക് അപ്രോക്സിമേറ്റ്ലി 26 degree 34 minutes എന്ന് കിട്ടും. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എങ്ങനെയാണ് ആംഗിൾ എഴുതുന്നത്. നിങ്ങൾ ക്ലാർക്സ് ടേബിൾ എടുക്കണം. ക്ലാർക്സ് ടേബിൾ യൂസ് ചെയ്യാൻ പഠിക്കണം. അപ്പം ക്ലാർക്സ് ടേബിൾ എടുത്തിട്ടാണ് നമ്മൾ ടാനിന്റെ വാല്യൂ, ടാൻ തീറ്റ അല്ലെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് വാല്യൂ ഒക്കെ ടേബിളിൽ ഉണ്ട്, നമ്മൾ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് സ്റ്റാൻഡേർഡ് വാല്യൂ പഠിച്ച പോലെ ബൈ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. ഇനി അങ്ങോട്ട് ഇനി എല്ലാം ഡെസിമൽ വാല്യൂസ് ഒക്കെയാണ് കിട്ടുക. അപ്പൊ നമ്മൾ ടേബിൾ നോക്കി തന്നെ അത് പറയാൻ പറ്റുള്ളൂ. ഇനി ആക്സിലറേഷൻ ഓഫ് ദ സ്റ്റോൺ അറ്റ് 11 seconds അത് കണ്ടുപിടിച്ചു. ആക്സിലറേഷൻ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ അവിടെ താഴോട്ട് മാത്രമാണ് അല്ലെ. അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ. ഇവിടെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതാണ് പറയുന്നത്. ആക്സിലറേഷൻ ഓഫ് ദ സ്റ്റോൺ അറ്റ് t is equal to 11 seconds is 10 meter per second square in the downward direction. അടുത്ത ക്വസ്റ്റ്യൻ. A bob of mass 0.1 kilogram hung from the ceiling of a room by a string of 2 meter long is set to oscillation. The speed of the bob at its mean position is 1 meter per second. What is the trajectory of the bob if the string is cut when the bob is at one of its extreme positions, at its mean position? ഈ ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ട്രജക്ടറി എന്ന് പറഞ്ഞാൽ പാത്ത്. നമ്മൾ പ്രൊജക്ടൈൽ മോഷനിൽ അത് പഠിച്ചിട്ടുണ്ട്.
A bob of mass 0.1 kilogram is hung from the ceiling of a room by a string 2 meter long. ഇതാണ് നമ്മുടെ ബോബ്. Is set into oscillation. ഇങ്ങനെ set into oscillation. The speed of the bob at its mean position is 1 meter per second. Mean position എന്ന് പറഞ്ഞാൽ അത് സ്റ്റേഷനറി ആയിരിക്കുന്ന സമയത്ത് u is equal to 1 meter per second. അത് ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? ആ മാക്സിമം പൊസിഷനിൽ u is equal to 0 വരും. The bob is what is the trajectory of the bob if the string is cut when the bob is at one of its extreme positions and at its mean position. അപ്പൊ എക്സ്ട്രീം പൊസിഷനിൽ അവിടെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പൊ അതിനെ അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം താഴെ വീഴും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് വിൽ ഫോൾ വെർട്ടിക്കലി ഡൗൺവേർഡ് അണ്ടർ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അപ്പൊ അവിടെ എന്താണ് ഡയറക്ഷൻ? ട്രജക്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ട്രജക്ടറി എന്ന് പറഞ്ഞാൽ പാത്താണ്. അപ്പം താഴോട്ട് വീഴും. ഇനി മീൻ പൊസിഷനിൽ നമ്മൾ കട്ട് ചെയ്താൽ, മീൻ പൊസിഷനിൽ കട്ട് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 1 meter per second ഉണ്ട്. അപ്പോ അവിടെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 meter per second square ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യും. അതേസമയം ഇവിടെ അതൊരു പ്രൊജക്ടൈലിന്റെ പാത്ത് കൂടിയാണ്. എന്തുകൊണ്ടാണ്? അവിടെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്. നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിനിൽ പഠിച്ചിട്ടുണ്ട്. എവിടെയാണോ നമുക്കൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കിട്ടുന്നത് അവിടെ നമുക്ക് അത് പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ ഓർ ദ ട്രജക്ടറി ഈസ് ഗോയിങ് ടു ബി പാരാബോളിക്. ഓക്കെ, അപ്പൊ അവിടെ പാരാബോളിക് പാത്ത് ആയിരിക്കും. അപ്പൊ കേസ് എയില് എന്ത് പറ്റും? വെർട്ടിക്കലി ഡൗൺവേർഡ്. ഇവിടെ പാരാബോളിക്. പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള എന്ന് നമ്മൾ ഓൾറെഡി മോഷൻ ഇൻ എ പ്ലെയിൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇനി എ മാൻ ഓഫ് മാസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാൻ ഓഫ് മാസ് 70 kilogram stands on a weighing scale in a lift which is moving upward with a uniform speed of 10 meter per second, downwards with a uniform acceleration of 5 meter per second square, upwards with a uniform acceleration of 5 meter per second square. What would be the readings on the scale in each case? What would be the reading if the lift mechanism failed and it hurtled down freely under gravity? അപ്പോൾ ഇവിടെ man of mass 70 kg stands on a weighing scale in a lift which is moving upwards with a uniform speed of 10 meter per second. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മാസ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന സംഭവങ്ങൾ മാസ് ഇസ് ഈക്വൽ ടു 70 kilogram, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10. അപ്പം വെയിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിങ് മെഷീൻ മെഷർ ചെയ്യുന്നത് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആണ്. വെയിങ് മെഷീൻ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതായത് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പാരന്റ് വെയിറ്റ്. അപ്പം ഫസ്റ്റ് കേസ് എന്താ? ഇറ്റ് മൂവ്സ് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 10 meter per second. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0. ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ ആണ് 0. ഓക്കെ, ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ 0. എന്തുകൊണ്ടാ? ഇറ്റ്സ് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് ഓഫ് 10 meter per second. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം. പക്ഷെ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട്. എന്താണത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. The normal reaction force or the apparent weight that is going to be equal to the weight of the person. That is equal to 70 into 10. That's equal to 700 Newton. Weighing machine measure ചെയ്യാൻ പോണത് 700 Newton. ഇനി downwards with the uniform acceleration of 5 meter per second square. അപ്പം ആക്സിലറേഷൻ അവിടെ എത്ര വരും? 5 meter per second square വരും. റിയാക്ഷൻ ഫോഴ്സ്, apparent reaction force R is equal to m into g minus a. റിലേറ്റീവ് ആക്സിലറേഷൻ g minus a വരും അല്ലെ? രണ്ട് താഴോട്ടാണ് പോകുന്നത്. ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ നമുക്കറിയാം എന്താണ് റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ആക്സിലറേഷൻ. അതിന്റെ ഡിഫറൻസ് ആയിരിക്കും. m 70 ആണ്, g 10 ആണ്, ആക്സിലറേഷൻ 5 ആണ്. അപ്പൊ 70 into 5 എന്ന് പറഞ്ഞാൽ 350 Newton. നമുക്ക് നമ്മുടെ വെയിറ്റ് കുറക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് എന്താണ്? ലിഫ്റ്റിൽ കയറുക, താഴോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഡയറ്റിങ് ഒന്നും ആവശ്യമില്ല. അപ്വേർഡ്സ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 5 meter per second square.
അപ്പൊ അവിടെയും ആക്സിലറേഷൻ 5 മീറ്റർ/സെക്കൻഡ് ആണ്, പക്ഷെ അത് മുകളിലോട്ടാണ് പോണത്. ഒരു ആക്സിലറേഷൻ താഴോട്ടും മറ്റേത് മുകളിലോട്ടും. അപ്പൊ എന്താ റിലേറ്റീവ് വരും അവിടെ? R is equal to m into a plus g വരും. m എത്രയാണ്? 70. ആക്സിലറേഷൻ 10. ആക്സിലറേഷൻ 5. g വാല്യൂ 10. അപ്പൊ 10 plus 5. അപ്പം 70 into 15 വരും. അപ്പൊ 1050 ന്യൂട്ടൺ. അപ്പം വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് വെയിറ്റ് കൂടിക്കാണുന്നുണ്ടെങ്കിൽ ലിഫ്റ്റിൽ കയറി മേലോട്ട് പോവുക. വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് വെയിറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് കയറി താഴോട്ട് വരിക. അത്രേ ഉള്ളൂ. ഇനി വെയിറ്റേ വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലിഫ്റ്റിന്റെ കയറ് പൊട്ടിക്കുക. വാട്ട് വുഡ് ബി ദ റീഡിംഗ് ഓഫ് ദ ലിഫ്റ്റ് മെക്കാനിസം ഫീൽഡ് ആൻഡ് ഇറ്റ് ഹേർട്ടിൽ ഡൗൺ ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. ലിഫ്റ്റിന്റെ കമ്പി പൊട്ടി, ലിഫ്റ്റിന്റെ മെക്കാനിസം തകരാറായി. അപ്പൊ എന്ത് പറ്റും? ലിഫ്റ്റിന്റെ മെക്കാനിസം തകരാറായി, അവിടെ ഒരു എഞ്ചിനോ ഒന്നുമില്ല, ഒരു മെഷീൻ ഇല്ല അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറ്റുക? അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരേ ഒരു ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. എന്ത്? ലിഫ്റ്റിന്റെയും മറ്റേത് വേറെ ഉണ്ട്. അപ്പം R is equal. അപ്പൊ ഇവിടെ m into g minus a ആണ്, താഴോട്ടാണ് വരുന്നത്. അത് കാരണം m into g minus g that's equal to 0. അപ്പം ലിഫ്റ്റ് കയറ് പൊട്ടി താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് വെയിറ്റ്ലെസ്നെസ് എക്സ്പീരിയൻസ് ചെയ്യാം. സ്പേസിലൊന്നും പോകേണ്ട ആവശ്യമില്ല. താഴെ എത്തി എന്ത് സംഭവിക്കും എന്നുള്ളത് വേറെ ക്വസ്റ്റ്യൻ. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് വെയിറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് കയറി താഴോട്ട് വരിക, വെയിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് കയറി മേലോട്ട് പോവുക. പിന്നെ വെയിറ്റേ വേണ്ടെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിന്റെ കയറ് പൊട്ടിക്കുക. നമുക്ക് സ്പേസിൽ പോയൊരു ഫീലിംഗ് ഉണ്ടാവും. വെറുതെ പറഞ്ഞതാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. The two bodies of mass is 10 kilogram and 20 kilogram respectively kept on a smooth horizontal surface are tied to ends of a light string. A horizontal force F is equal to 600 Newton is applied to 1A and 2B along the direction of the string. What is the tension in the string in each case? Two bodies of mass 10 kg and 20 kg. Two bodies of mass 10 kg and 20 kg respectively are kept on a smooth horizontal surface and are tied to the ends of a light string. A force of 600 Newton is applied to A. അപ്പോൾ ഇതാണ് A, ഇത് B. 600 ന്യൂട്ടൺ എയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയാണ് 600 ന്യൂട്ടൺ. അപ്പൊ എന്ത് പറ്റും? ഇതെല്ലാം കൂടി ഒരു കയർ കൊണ്ട് കെട്ടിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇതിന്റെ ടെൻഷൻ ഇങ്ങോട്ടും ഇതിന്റെ ടെൻഷൻ ഇങ്ങോട്ടും വരും. വാട്ട് ഇസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഇൻ ഈച്ച് കേസ്? അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിന്റെ ആക്സിലറേഷൻ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ F is equal to ma. F എത്രയാണ്? 600 is equal to m എത്ര വരും? 10 plus 20 into a. അപ്പൊ ആക്സിലറേഷൻ is equal to 600 divided by 10 plus 20. അത് എത്രയാണ്? 30. അപ്പൊ എത്ര കിട്ടും? 20 meter/second² കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പാർട്ട് എ. ടെൻഷൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? Force applied to A. Two bodies of mass 10 kg and 20 kg respectively kept on a smooth horizontal surface tied to the ends of a light string. Horizontal force applied to A and B along the direction of the string. Okay, what is the tension in the string in each case ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഫസ്റ്റ് 10 kg നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ടോട്ടൽ ഫോഴ്സ് എത്രയാണ് വരിക? 600 minus T is equal to 10 into 20. ഇത് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം ടെക്നിക് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടുണ്ട്. അത് കണ്ടവർക്ക് അറിയാം, അത് കണ്ട് പഠിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്ട് കണ്ടുപിടിക്കും, എന്നിട്ട് ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യും, എന്നിട്ട് സോൾവ് ചെയ്യും. അത്രേ ഉള്ളൂ. 600 minus T ആണ് ഈ ഒബ്ജക്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ 600 minus T ആണ് എന്ത് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ടീന്റെ വാല്യൂ എന്ത് കിട്ടും? 600 minus 200 കിട്ടും, അല്ലെ? അപ്പൊ T is equal to 400 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് നമ്മൾ ഫോഴ്സ് 10 kg അപ്ലൈ ചെയ്യുന്നു. ഇനി സെക്കൻഡ് കേസ് എന്താണ്? ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ 20 കിലോഗ്രാം മാസ്. അപ്പം 600 minus T തന്നെയാണ് എന്ത്? ടോട്ടൽ ഫോഴ്സ് അത് തന്നെയാണ്. മാസ് എത്രയാണ്? 20. ആക്സിലറേഷൻ എത്രയാണ്? 20. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? T is equal to 200 ന്യൂട്ടൺ എന്ന് കിട്ടും.
ഇത്രയേ ഉള്ളൂ ടെൻഷൻ ഓൺ ദ സ്ട്രിങ്. ഇനി വരുന്നത് അടുത്ത വേറൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Two masses 8 kg and 12 kg are connected at the two ends of a light inextensible string that goes over a frictionless pulley. Find the acceleration of the masses and the tension in the string when the masses are released. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അവിടെ നമ്മളൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർക്ക്. ഓക്കെ, ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർക്കും അത് പഠിക്കാതെ വന്നിരിക്കുന്നവർക്കും. അപ്പോൾ ഇവിടെ 2 masses 8 kg and 12 kg are connected at the two ends of a light inextensible string. അപ്പോൾ അതായത് നമ്മുടെ പുള്ളി, നമ്മുടെ കിണറിന്നൊക്കെ വെള്ളം എടുക്കണ പോലെ ഇങ്ങനെയാണ് ഈ രണ്ട് മാസ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിതിനെ M1 എന്നും M2 എന്നും വിളിക്കാം. ഒന്ന് M1 is equal to 8 kg, M2 is equal to 12 kg. അപ്പോൾ ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ എന്താ പറയുക, 12 kgന്റെ സൈഡിലേക്കായിരിക്കില്ലേ സംഭവം മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് പറ്റും, ആക്സിലറേഷൻ മുകളിലോട്ടായിരിക്കും അല്ലേ. ലൈറ്റ് വെയിറ്റ് സാധനം മറ്റേ സൈഡിലേക്കല്ലേ മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ വലിയ വെയിറ്റ് ആയത് കാരണം ആക്സിലറേഷൻ ഡൗൺവേർഡ് വരും. ടെൻഷൻ ഏത് കേസിലും ടെൻഷൻ മേലോട്ടാണ്. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യണം. അപ്പം നമ്മൾ ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ നമ്മുടെ ഇക്വേഷൻ എന്താണ്, നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആക്സിലറേഷൻ ഓഫ് ദ മാസസ് ആൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. അപ്പം ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ഡിസ്കഷനിൽ, ചാപ്റ്റർ ഡിസ്കഷനിൽ ഡിറൈവ് ചെയ്ത ഫോമുലയാണ്. അത് കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ M2 പ്ലസ് M1 ഇൻറ്റു G. ഇതാണ് എന്ത്, ആക്സിലറേഷന്റെ ഫോമുല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ M2 എത്രയാണ്, 12. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് എടുക്കാൻ പറ്റുന്നത്. ഡെറിവേഷൻ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മറ്റേ വീഡിയോ നോക്കി പഠിക്കാം. കുറച്ച് ലെങ്തി ഡെറിവേഷൻ ആയിരുന്നു. അതിനിപ്പോൾ ആദ്യം അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പിന്നെയും വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ 12 മൈനസ് 8 ബൈ 12 പ്ലസ് 8 ഇൻറ്റു 10. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഫ്രീ ബോഡി ഡയഗ്രത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യനും അതിനകത്ത് ജനറൽ ഡെറിവേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ടെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ടെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്ലോക്കിന്റെ ഒരു ഇക്വേഷൻ എടുക്കാം. ഏതെങ്കിലും ഒരു ബ്ലോക്കിന്റെ ഇക്വേഷൻ എടുക്കാം. M1 എന്നുള്ള ബ്ലോക്കിന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താ പറയുക, T മൈനസ് M1G ദാറ്റ് ഇസ് ഈക്വൽ ടു M1 ഇൻറ്റു A. അപ്പൊ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് T ഇസ് ഈക്വൽ ടു M1 ഇൻറ്റു G പ്ലസ് A എന്ന് കിട്ടും. M1 എത്രയാണ്, 8. നമുക്ക് M2നും ഇക്വേഷൻ ഫ്രെയിം ചെയ്യാം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി. അപ്പം 8 ഇൻറ്റു G പ്ലസ് A. G എത്രയാണ്, 10. ആക്സിലറേഷൻ 2 എന്ന് നമ്മൾ കിട്ടി ഓൾറെഡി. അപ്പം 8 ഇൻറ്റു 12 അപ്പോൾ എത്ര കിട്ടും, 96 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ, ഫ്രീ ബോഡി ഡയഗ്രാം ടെക്നിക്ക് വെച്ചിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ന്യൂക്ലിയസ് ഇസ് അറ്റ് റെസ്റ്റ് ഇൻ ദ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ്. Show that if it disintegrates into two smaller nuclei, the products must move in opposite directions. ഇവിടെ ഏത് പ്രിൻസിപ്പിൾ, നമ്മൾ ഇത്രയും നേരം ഫോഴ്സ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എ ന്യൂക്ലിയസ് ഈസ് അറ്റ് റെസ്റ്റ് ഇൻ ദ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ്. ഷോ ദാറ്റ് if it disintegrates in two smaller nuclei, the product must move in opposite directions. അപ്പോൾ നമുക്ക് ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം അതിന്റെ മാസ്, ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കെ നിങ്ങൾ ചെറുതായിട്ടെങ്കിലും പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, രണ്ട് കുഞ്ഞു ന്യൂക്ലിയസ് ആയിട്ട് മാറും. അപ്പൊ രണ്ട് ന്യൂക്ലിയസിന്റെ മാസ് നമുക്ക് M1 M2 എന്ന് എടുക്കാം. അപ്പൊ അതിന് മുന്നേ, ഈ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ മൊമെന്റം എത്രയായിരുന്നു, 0 ആയിരുന്നു. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എന്ത് കിട്ടും, ഫൈനൽ മൊമെന്റം, ഫൈനൽ വെലോസിറ്റി V1 V2 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും M1 V1 പ്ലസ് M2 V2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിന്ന് V2ന്റെ ഇക്വേഷൻ, V2 ഈസ് ഈക്വൽ ടു
മൈനസ് M1 V1 ഡിവൈഡഡ് ബൈ M2 അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഷോ ദാറ്റ് ഇഫ് ഇറ്റ് ഡിസിൻറ്റിഗ്രേറ്റ്സ് ഇൻടു 2 സ്മോളർ ന്യൂക്ലിയസ് ദി പ്രോഡക്ട്സ് മസ്റ്റ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അപ്പൊ ഇവിടെ നമുക്ക് മൈനസ് ഓഫ് M1 ബൈ M2 ഇൻടു V1. ഈ മൈനസ് M1 ബൈ M2 അതിന്റെ മാസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സംഭവം എന്താ? അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്. V2 is equal to മൈനസ് ഓഫ് സംതിങ് മൾട്ടിപ്ലൈഡ് ബൈ V1. അപ്പൊ അവിടെ V1 എന്നുള്ളത് നെഗറ്റീവ് സൈൻ ആണ്. നെഗറ്റീവ് സൈനിലാണ് നമുക്ക് എന്ത് മനസ്സിലാക്കേണ്ടത്? നെഗറ്റീവ് സൈനിലാണ് നമുക്ക് അതിന്റെ വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ A shell of mass 0.2 kilogram is fired by a gun of mass 100 kg. If the muzzle speed of the shell is 80 meter per second, what is the recoil speed of the gun? ഈ recoil speedും നമ്മളെ കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രിൻസിപ്പിൾ തന്നെ ഉള്ളതാണ്. എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രിൻസിപ്പിൾ? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പൊ മസിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത് ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ റീകോയിൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താ? V is equal to recoil velocity V is equal to minus mv divided by m. സ്മോൾ m എന്നുള്ളത് എന്താണ്? മാസ് ഓഫ് ദ ബുള്ളറ്റ്. സ്മോൾ v എന്നുള്ളത് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഗൺ. Recoil velocity of the gun minus of a shell of mass 0.02. 0.02 is fired with 80 meter per second. 80 meter per second divided by mass of the gun. വലിയ മാസ് ആയിരിക്കും ഗൺ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. 0.02 ഡിവൈഡഡ് ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 100 മൈനസ് 0.016 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. മൈനസ് ആയിരിക്കും റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് ബാക്കോട്ട് ആയിരിക്കും. അപ്പൊ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. Stone of mass 0.25 kilogram is tied to the end of a string is whirled round in a circle of radius 1.5 meter with a speed of 40 revolutions per minute in a horizontal plane. What is the tension in the string and what is the maximum speed with which the stone can be whirled around if the string can withstand a maximum tension of 200 Newton? A stone of mass 0.25 kilogram tied to the end of a string is whirled around a circle of radius 1.5 meter. So mass is equal to 0.25 kilogram. Radius R is equal to 1.5 meter. അപ്പൊ അതിലെ ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത്. ഫ്രീക്വൻസി നമ്മൾ ന്യൂ എന്ന് എഴുതാം. അത് 40 റെവല്യൂഷൻസ് പെർ മിനിറ്റ് RPM എന്ന് എഴുതും. അതിന് നമ്മൾ സെക്കൻഡ്സിലേക്ക് ആക്കണം. അപ്പൊ 40/60 RPS അല്ലെങ്കിൽ 2/3 RPS എന്ന് എഴുതാം. അപ്പൊ ഇവിടെ വാട്ട് ഇസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്? അപ്പൊ ടെൻഷന്റെ ഇക്വേഷൻ എന്താ? mR ഒമേഗ സ്ക്വയർ. നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ് സർക്കുലർ മോഷനിൽ. mR ഇൻറ്റു 2 ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ ദ ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടും 4π സ്ക്വയർ ന്യൂ സ്ക്വയർ mR എന്ന് കിട്ടും. അപ്പൊ എത്രയാണ്? 4 ഇൻറ്റു പൈ സ്ക്വയർ 22/7 ഇൻറ്റു 22/7 ഇൻറ്റു ന്യൂ 2/3 അല്ലെ. 2/3 the whole square into m is 0.25 radius 1.5. അപ്പൊ എത്ര കിട്ടും നമുക്ക്? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6.6 ന്യൂട്ടൺ എന്ന് കിട്ടും. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് എ മാക്സിമം ടെൻഷൻ ഓഫ് 200 ന്യൂട്ടൺ. അപ്പം അത് എത്ര വെലോസിറ്റിയിലാണ് നമുക്ക് അതിനെ കറക്കാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. T max is equal to mv max square divided by r. അപ്പൊ നമുക്ക് അതില് v max square is equal to T max into r divided by m എന്ന് എഴുതാം. T max എത്രയാണ്? 200 ന്യൂട്ടൺ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. r എത്രയാണ്? 1.5, m 0.25. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സ്പീഡ്, മാക്സിമം റൊട്ടേഷൻ സ്പീഡ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1200 എന്ന് കിട്ടും. 34.6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇത് മുഴുവനായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ
36.4 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്കിതിന്റെ ആൻസർ കിട്ടുക. അപ്പോൾ ഒരുമാതിരി എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ബാങ്കിങ് ഓഫ് റോഡ്സിന്റെ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് നോക്കാം. എന്താ പറയാ, ലൂപ്പിൽ ട്രാവൽ ചെയ്യുമ്പോഴേക്കുള്ള ആ ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ട് നമുക്ക് ക്ലാസ് മതിയാക്കാം. ഓക്കെ, അതിന്റെ ഇടയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമ്മൾ ചെയ്ത ടൈപ്പാണ്, അതാണ് ഞാൻ ചൂസ് ചെയ്യാത്തത്. ഓക്കെ, an aircraft executes a horizontal loop at a speed of 720 km per hour with its wings banked at 15 degree. ഇതാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്, ബാങ്കിങ് ഓഫ് റോഡ്. അപ്പം ബാങ്കിങ് നമ്മൾ ഫ്ലൈറ്റിന്റെ കേസിലും ബാങ്കിങ് വാലിഡ് ആണ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ലൂപ്പ്? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? v is equal to 720 കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. എങ്ങനെയാക്കും? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 720 into 5/18, അപ്പൊ നമുക്ക് 200 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ബാങ്കിങ്ങിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്, തീറ്റ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രീസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ തീറ്റ 15 ഡിഗ്രീസ് ആണ്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ ലൂപ്പ്? അപ്പൊ നമ്മുടെ റിലേഷൻ എന്താണ്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി ആണ് എന്ത്? ബാങ്കിങ് ഓഫ് റോഡ്സിന്റെ ഇക്വേഷൻ. ഇവിടെ ബാങ്കിങ്ങിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലിക്കബിൾ ആണ്. എയർക്രാഫ്റ്റിന്റെ കേസിലും സെയിം ഇക്വേഷൻ എടുക്കാം. അപ്പം റേഡിയസ് ഓഫ് ദ ലൂപ്പ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ടാൻ തീറ്റ എന്ന് എടുക്കാം. വി സ്ക്വയർ എത്രയാണ്? 200. അത് മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ എഴുതണം. 720 എന്ന് എഴുതി ആൻസർ തെറ്റും. 200 സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി 10 ടാൻ 15 ക്ലാർക്സ് ടേബിൾ നോക്കി കണ്ടുപിടിക്കണം. അപ്പൊ 200 സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 into 0.2679, ഇതാണ് ടാൻ 15ന്റെ വാല്യൂ. അപ്പൊ 200 സ്ക്വയർ ബൈ 10 into 0.2679 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14,931 meters, or that's equal to 14.931 kilometers എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബാങ്കിങ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള ജസ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ആ ബാങ്കിങ്ങിന്റെ കേസിൽ, ബാങ്കിങ് ക്വസ്റ്റ്യൻസിന്റെ കേസിൽ നമ്മൾ ഇക്വേഷൻസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മാത്രമേ വരുള്ളൂ. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷനിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അത് അവിടെ കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ നമ്മൾ എടുത്താൽ മതി. അപ്പൊ അത് ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ബാങ്കിങ് ഓഫ് റോഡ്സിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വിത്ത് ഫ്രിക്ഷൻ വിത്തൗട്ട് ഫ്രിക്ഷനും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇപ്പൊ കവർ ആയിട്ടുണ്ട്. റിപ്പീറ്റഡ് ടൈപ്പാണ് ഞാൻ ജസ്റ്റ് അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാം ഒരുമാതിരി ഇത് പഠിച്ചാൽ തന്നെ മതി നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ഈ ചാപ്റ്ററിന് കിട്ടാൻ വേണ്ടി എല്ലാ ടൈപ്പും ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ക്ലാസ്സും നന്നായിട്ട് കണ്ടിട്ട് ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് ചെയ്യുക. അപ്പൊ 5 ചാപ്റ്റർ തീർന്നു. അടുത്ത് തന്നെ ഞാനൊരു പരീക്ഷ വെക്കും ഇതിനെല്ലാം കൂടിയിട്ട്. ഓൾറെഡി യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു 60 മാർക്കിന്റെ എക്സാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതിനു മുന്നേ എപ്പോഴാണെന്ന് വെച്ചാൽ അടുത്ത മാസം ഡിസംബറിൽ നമുക്ക് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഒരു എക്സാം വെക്കാം. അപ്പൊ അതിനു മുന്നേ എല്ലാവരും ഈ ചാപ്റ്റേഴ്സ് മുഴുവൻ പഠിച്ചിട്ട് വരാം. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 6 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. വർക്ക്, എനർജി ആൻഡ് പവർ. അത് ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിന്റെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വരും. എല്ലാ ആഴ്ചയും ഞാൻ 2 ക്ലാസ് ഇടുന്നുണ്ട്, 11ന്റെ 1ന്റെ. അപ്പോൾ റെഗുലർ ആയിട്ട് ക്ലാസ് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ അതിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, അപ്പം റെഗുലർ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾ അറിയില്ല ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക, എല്ലാം പ്രാക്ടീസ് ചെയ്യുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വർക്ക്, എനർജി ആൻഡ് പവർ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.